നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു വലിയ കൊലപാതകം നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ഓഫീസിൽ നിന്ന് വലിയ ദൂരം അല്ലാതെ നാലാഞ്ചിറയിൽ ഞാൻ അങ്ങോട്ട് സംഭവിച്ചത്. പോകുന്ന വഴിയിലുമാണ്. വഴിക്കാണ് അവിടെയാണ്. അത് ഹസീന ബീവി എന്ന് പറയുന്ന ഒരു വീട്ടമ്മയെ 38 വയസ്സോ മറ്റുള്ള 40 വയസ്സ് അവരുടെ ഭർത്താവ് സുരേഷ് എന്ന് പറയുന്ന ആൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. മക്കളുടെ മുന്നിൽ വെച്ചാണ്, മക്കളുടെ മുന്നിൽ വെച്ചാണ് കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നു. കൊലപ്പെടുത്തിയതിന് ശേഷം അയാൾ കാറിൽ കയറി നാട് വിട്ടു രക്ഷപ്പെടുന്നു. പോകുന്നു. ഇന്ന് അയാളെ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചതിന് തമിഴ്നാട് ചിദംബരത്ത് കണ്ടെത്തും. അപ്പോൾ ഇയാൾ ഓടിച്ച കാർ ബാലരാപുരത്തോ മറ്റോ പാർക്ക് ചെയ്തിട്ടാണ് ഇയാൾ അടുത്ത്. അവിടെ നിന്ന് ബാലരാപുരത്ത് ട്രെയിൻ ഉണ്ടല്ലോ, കന്യാകുമാരി ആ ഭാഗത്ത് ട്രെയിനിൽ കയറി രക്ഷപ്പെട്ട. ഇതിനകത്ത് ഒരുപാട് സംശയങ്ങൾ ബാക്കിയുണ്ട്. ഒരുപാട് സംശയങ്ങൾ നമ്മളെ മാധ്യമങ്ങൾ പല രീതിയിൽ എഴുതുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അവിഹിത ബന്ധത്തെ തുടർന്നുള്ള കൊലയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പലതും വായിച്ചു വരുന്ന സമയത്ത് മനസ്സിലാകുന്നത് ഈ ഹസീന എന്ന് പറയുന്ന ഈ ലേഡി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വീട് വിട്ടുപോവുകയും വേറെ ഒരാൾക്കൊപ്പം താമസിക്കുകയുമായിരുന്നു എന്ന് പറയും. അതിനുശേഷം അവർ വീണ്ടും വീട്ടിൽ തിരിച്ചു വന്നതിൻ്റെ പിറ്റേന്ന് പുലർച്ചെയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ 2 കുട്ടികളും ഉണ്ട്, 4 മക്കളാണ് ഇവർക്ക് മൊത്തത്തിലുള്ളത്. അപ്പോൾ ഈ കഴുത്തറുത്തപ്പം കഴുത്തിലെ ഈ അസ്ഥി വരെ മുറിച്ച് കളഞ്ഞു. എന്ത് സൈസുള്ള കത്തിയായിരിക്കും? അതെ, അതെന്ത് മാരകായുധമാണെന്ന് നമുക്കറിയില്ല. അതിനുശേഷം നെഞ്ചത്തി കുത്തി ഇറക്കി ഇതെല്ലാം നടത്തിയതിന് ശേഷം ഇയാൾ ഇതും എന്താ പറയുന്നത് കഴുകി പോയി. ഇയാൾ പോയി കഴിഞ്ഞ് കുട്ടികൾ നോക്കുമ്പോഴാണ് ഈ യുവതി മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടെത്തിയത്. ഇതൊരു മിശ്രവിവാഹമായിരുന്നോ എന്നറിയില്ല. ഹസീന ബീവി എന്നാണ് ഈ വീട്ടമ്മയുടെ പേര്. അറിയില്ല. എന്തായാലും ഇത് ശ്മശാനത്തിലാണ് സംസ്കരിച്ചത്. ബന്ധുക്കളുമായി സഹകരണമില്ലായിരുന്നു, വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സംശയങ്ങളുള്ളത്. ഇവർക്ക് 4 കുട്ടികളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനകത്ത് ഹസീനയുടെ വഴിവിട്ട ബന്ധങ്ങളാണ് ഇതിനെയൊക്കെ നയിച്ചത് എന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷെ മാധ്യമങ്ങളിലൊന്നും സംശയരോഗിയായിരുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷെ മാധ്യമങ്ങളൊന്നും അതിനെക്കുറിച്ച് പറയുന്നത് കാരണം ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ കാലമായതുകൊണ്ട് ഉള്ള സംഭവങ്ങൾ പറയാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ മടിക്കും. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് ഒരുപാട് പോസ്റ്റുകൾ വരും. ഇതിൽ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും ഒരു വലിയ ദാരുണമായ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വിശാഖൻ, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളുടെ എണ്ണം കൂടുന്നു. ഭാര്യയും ഭർത്താവും ഒക്കെ കൊല്ലുന്നത് നമ്മുടെ നാട്ടിൽ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ വളരെ അപൂർവം എന്നോ നടന്നിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെ ഉള്ളൂ. ഇതൊരു നിത്യസംഭവം പോലെ മാറിക്കൊണ്ടിരിക്കുന്നു. കൊല്ലുന്നു എന്ന് ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, അച്ഛനും അമ്മയും മക്കൾ കൊല്ലുന്നു. എത്ര ഈ ഇടയ്ക്ക് നടന്ന സംഭവങ്ങൾ. ഇത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഇത് വല്ലാത്ത ഒരു ഭീകര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിൽ എനിക്ക് തോന്നുന്നു മൊബൈൽ ഫോണും അതിലൊരു ഘടകമായി മാറിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ ഉപയോഗം. ഈ സോഷ്യൽ മീഡിയയിലൂടെ അതായത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും സ്വകാര്യത എന്ന് പറയുന്ന ഒരു സംഭവം, അതിലേക്ക് നമ്മുടെ സ്വകാര്യതയിലേക്ക് വേറെ ആൾക്ക് സ്വകാര്യമായി കടന്നു വരാൻ ഒരു അവസരമാണ്. ഇത്രയും സേഫായ ഒരു മീഡിയം വേറെ ഇല്ല. നമുക്കില്ലായിരുന്നല്ലോ. നമ്മുടെ രഹസ്യങ്ങളൊക്കെ നമുക്കിതിൽ സൂക്ഷിക്കാം. ഈ സൂക്ഷിക്കുന്നതൊക്കെ ഇത് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ സ്വകാര്യത കടന്നുകൂടിയതോടുകൂടി വളരെ പെട്ടെന്ന് ആണായാലും പെണ്ണായാലും ഈ ഒരു ഇതിലേക്ക് ആകർഷിക്കുക. മാത്രമല്ല, നമുക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നത് പോലെ സോഷ്യൽ ഗ്യാതറിംഗ് ഇപ്പോൾ കുറവാണ്. കാരണം നമ്മളെ ഇവരെല്ലാം മുറിക്കാത്ത കഥവും പൊട്ടിയിരുന്ന ഈ മൊബൈലിൻ്റെ മുമ്പിലാണ്. അത് ഇപ്പം തന്നെ നമുക്കറിയാം മൊബൈലിൻ്റെ ഒരു ദൂഷ്യവശം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇത് കഴിഞ്ഞ ദിവസം കണ്ടു, ഏതോ ഒരു 10ാം ക്ലാസ് തന്നെ കണ്ടു, മൊബൈൽ ഉപയോഗിക്കാൻ കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ആത്മഹത്യ. പല സംഭവങ്ങളുണ്ട്. 4ാം ക്ലാസ്സുകാരൻ വഴിക്കും. ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറയുന്ന, സുഹൃത്തിൻ്റെ അടുത്ത ഒരു കസിൻ്റെ മകള് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി കാഴ്ച ഏതാണ്ട് പകുതി കുറഞ്ഞു. കൊച്ചുകുട്ടി 5-6 പഠിക്കുന്ന കുട്ടിയുടെ കാഴ്ച പകുതി കുറഞ്ഞു. ഇത് ഫുൾ ടൈം ഇതിലാണ്. അതാണ്. അപ്പോൾ ഇത്തരം ഈ സോഷ്യൽ മീഡിയ റിലേഷൻഷിപ്പ് നമുക്കറിയാം. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഒരുപാട് യുവതികൾ ഈ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ഭർത്താവ് കൊല്ലപ്പെടുത്തുന്നു. കുറേ പേര് ആത്മഹത്യ. അതെ, നമുക്കറിയാം. വേറെ ഒരിടത്ത് ഭർത്താവിനൊപ്പം സെൽഫിയും റീലും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു യുവതിയെ ഭർത്താവ് കൊല്ലപ്പെടുന്നു കഴിഞ്ഞിടയ്ക്ക്. അത് ഇവിടെ അടുത്ത അങ്ങനെ ഒത്തിരി ഇടങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം ഈ സോഷ്യൽ മീഡിയ ഉപയോഗം തന്നെ. ഈ സോഷ്യൽ മീഡിയ ബന്ധങ്ങളിലൂടെ വഴിവിട്ട ബന്ധങ്ങൾ. അതാണ് കാര്യം. നമുക്ക് ഒരിക്കലും നമ്മുടെ വീട്ടിലെ ഒരാൾ ആരുമായിട്ടൊക്കെയാണ് സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെട്ട് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഇതില്ലാതിരുന്ന കാലത്ത് നമുക്കറിയാം, അല്ലെങ്കിൽ ലാൻഡ് ഫോണുള്ള സമയത്താണ്. അത് അല്ലെങ്കിൽ പോലും അവർക്ക് പുറത്താണ് ഇപ്പോൾ ആരെ കാണുന്നതൊക്കെ അറിയാനൊക്കെയുള്ള സംവിധാനമുണ്ട്. ഇന്ന് അങ്ങനെ ഒന്നുമില്ല. ഇതിനകത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ബന്ധങ്ങൾ പറയുന്നത് ഒന്ന് ഭർത്താവിൻ്റെ സംശയരോഗം എന്നാണ്. ഭർത്താവിൻ്റെ സംശയരോഗം എന്ന് പറയുമ്പോൾ തന്നെ
ഈ ഹസീന വീട് വിട്ടു പോയി ആരുടെയോ കൂടെ പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞ് വന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഭർത്താവ് സംശയിച്ച് കുറ്റം പറയാം. കുറ്റം പറയാൻ കഴിയില്ല. എന്താണെങ്കിലും ഇയാൾ ഇവരെ കൊലപ്പെടുത്തിയതിന് ശേഷം വീട്ടിൽ നിന്ന് 15,000 രൂപയും എടുത്ത് സ്വന്തം കാറിലാണ് പോകുന്നത്. പുള്ളി ദൃശ്യം മോഡലായിരുന്നു. പിന്നെ പുള്ളിയുടെ ഓപ്പറേഷൻസ് എല്ലാം പുള്ളി കിള്ളിപ്പാലത്ത് എവിടെയോ ഉണ്ടെന്ന് ഇയാളുടെ മൊബൈൽ ഉപേക്ഷിച്ചു. കളഞ്ഞു കിട്ടിയാണെന്ന് പറഞ്ഞ് അല്ല, മൊബൈൽ കൊണ്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പോലീസ് ട്രേസ് ചെയ്ത് കിള്ളിപ്പാലത്ത് ചെന്നപ്പോഴത്തേക്ക് ഇയാൾ അവിടെ നിന്ന് ബാലരാമപുരത്ത് കാർ ഉപേക്ഷിച്ചു. അവിടുത്തെ ട്രെയിനെ കയറി ആണ് ഈ ചിദംബരത്ത് പോയിട്ടാണ് ഇത് സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ആ മനുഷ്യൻ ചിന്തിച്ചിരിക്കാൻ ഇടയുള്ള കാര്യങ്ങൾ, ഒന്ന് അയാൾ ഭാര്യയെ കൊന്നു, ഭാര്യയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാവാം എന്ന് വാർത്തകൾ പത്രങ്ങളിൽ വരും. അപ്പം അതിലൊരു കഴിവുകെട്ടവനായി ഞാൻ ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ചിന്ത. പിന്നെ ഈ 4 കുട്ടികളുടെ ഭാവിയെക്കുറിച്ചും അയാൾ ചിന്തിക്കുന്നില്ല. അല്ല, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ 4 കുട്ടികളെ ആര് വളർത്തും? ഇവർക്ക് ബന്ധുക്കളോ അല്ലെങ്കിൽ അവരവരുടെ വീട്ടുകാരെ പോലും ബന്ധമില്ലായിരുന്നു പറയപ്പെടുന്നു. ഈ കുട്ടികളെ ആര് നോക്കും? 4 കുട്ടികളുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവരാര് നോക്കും? ഇതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മളെല്ലാം നമ്മൾ വലിയ നീളത്തെ കാര്യങ്ങൾ പ്രസംഗിക്കുകയും ചെയ്യുമ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ സ്ഥിതി ഉണ്ടല്ലോ വളരെ വഷളായിക്കൊണ്ടിരിക്കുന്ന സത്യം. അത് സത്യമാണത്. നമ്മുടെ നാട്ടിൽ ബന്ധങ്ങൾക്ക് വിലയില്ലാതാകുന്നു. ഇത് നമ്മൾ കൊടുക്കുന്ന വാർത്തകൾ തന്നെ നമുക്കറിയാം. നമുക്ക് ചില വാർത്ത നമുക്ക് തലയേരിപ്പ് വരും. ഇതെങ്ങനെ കൊടുക്കും? കഴിഞ്ഞ ദിവസം നെടുമങ്ങാട്ട കുഞ്ഞിനെ 1.5 വയസ്സുള്ള കുഞ്ഞിനെ കൊന്ന അതൊക്കെ ഈ കേരളത്തിൽ നമ്മൾ കേട്ടുകളിവില്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെയൊക്കെ ബന്ധങ്ങൾ, ആ കുഞ്ഞിൻ്റെ 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ അമ്മ എന്നെ അർത്ഥം ചെയ്യുകയാണെന്ന് പറയുന്നു. ഇയാളെങ്ങനെ പരിചയപ്പെട്ടത്? ഇയാൾക്ക് വേറെ ആരുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു നെറ്റ്വർക്ക് പോലെയാണ് നമുക്ക് തോന്നുന്നത് മൊത്തത്തിൽ. ഇത് ഇവരുടെ 2 കുട്ടികൾ അല്പം മുതിർന്ന കുട്ടികളാണെന്ന് പറയുന്നു. 18ഉം 17ഉം വയസ്സുള്ള 2 കുട്ടികളാണെന്ന് പറയുന്നു. അപ്പം ഞാനിത് പറഞ്ഞില്ലേ, ഇത് മൊത്തത്തിൽ ആ ഒരു സംഭവം സംബന്ധിച്ച് ഒരു ക്ലിയർ പിക്ചർ നൽകാൻ നമ്മുടെ മാധ്യമങ്ങൾ കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ എന്തൊക്കെയോ മടിക്കുന്നു എന്നുള്ളതാണ്. അതാണ് സത്യം. കാരണം ഇതിന് വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോയാലും പ്രശ്നമാകുമോ എന്ന് പലരും സംശയിക്കുന്നു. പക്ഷേ നമ്മൾ ശരിക്കും നമ്മുടെ സമൂഹം അതിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം, മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ നാട്ടുകാരെ കാര്യം നോക്കാൻ സമയത്ത് സ്വന്തം വീട്ടുകാരെങ്കിലും നോക്കണം. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങളുടെ അവരുടെ സ്വകാര്യ ജീവിതം നമുക്ക് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പോലും നമ്മളൊരു കണ്ണ് വെച്ചിരിക്കുന്നത് നല്ലതാണ്. ഇത് പണ്ടത്തെ പോലെ അല്ല ഇന്നത്തെ കാലം വലിയ പ്രശ്നം പിടിച്ച ഒരു കാലഘട്ടമാണ്. ലോകം മുഴുവൻ ക്യാമറ ഉള്ളൊരു ലോകം. നമ്മൾ എവിടെ തിരിഞ്ഞാൽ അവിടെ എല്ലാം ക്യാമറ. നമ്മൾ അറിയുന്നില്ല, നമ്മളെ നിരീക്ഷിക്കുന്ന 100 ക്യാമറകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുപോലെ ഇവരുടെയൊക്കെ തന്നെ ഈ സ്വകാര്യ ജീവിതം, അതുപോലെ കുടുംബജീവിതത്തിൽ ശൈഥില്യങ്ങൾ സംഭവിക്കുന്നു. പണ്ടൊക്കെ നമ്മൾ അങ്ങ് ക്ഷമിച്ച് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നുന്ന എല്ലാ സ്ത്രീകളും സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആണ്. അവർക്ക് വരുമാന മാർഗ്ഗമൊക്കെ ഉണ്ട്. അവർ സെപ്പറേറ്റഡ് ആവണം മോശമൊന്നുമല്ല. അവർക്ക് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഒഴിയുന്നതാണ് നല്ലത് എപ്പോഴും. പക്ഷേ ഈ കുട്ടികളെന്നുള്ളൊരു വിഷയം അവിടെ എപ്പോഴും വരുന്നുണ്ട്. ഇതിലൊക്കെ അൾട്ടിമേറ്റ് സഫറർ എന്ന് പറയുന്നത് ഈ കുട്ടികളാണ്. അതാണ് എന്ത് സംഭവിച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് അവർ നിരപരാധികളെ പാവങ്ങളെ കുട്ടികൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഈ സുരേഷ് എന്ന് പറഞ്ഞാൽ ഈ ഹസീനയെ കൊലപ്പെടുത്തുമ്പോൾ തന്നെ അയാളുടെ ഉള്ളിൽ തോന്നിക്കാണും ഈ ഇത്രയും കുട്ടികൾ അനാഥരായി. ഇനി അയാൾ ജീവിച്ചിരുന്നാലും കുട്ടികൾ അനാഥരാണ്. അതെ, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നേരെ ഇയാൾ ജയിലിൽ പോകും. അല്ല, അയാൾക്ക് ചെയ്യാമായിരുന്ന കാര്യമൊക്കെ യോജിക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് ലീഗലി സെപ്പറേറ്റഡ് ആകാൻ കുട്ടികൾ അയാൾ നോക്കിക്കോട്ടെ. ലീഗലി മാരീഡ് ആണോ അതൊന്നും നമുക്ക് അറിയില്ല. ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും കിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ വരുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ അവരവരെ റീച്ച് കിട്ടാൻ വേണ്ടി അതനുസരിച്ച് പോകുന്നുണ്ട്. പക്ഷേ എന്തായാലും നമ്മുടെ ചുറ്റിനും നടക്കുന്ന ഈ സമീപകാലത്ത് നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾ ഇത് വളരെയധികം ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ്. സോഷ്യൽ മീഡിയ നല്ലതാണ്. അതുപോലെ മൊബൈൽ ഫോണിൻ്റെ ആധുനിക കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. മൊബൈൽ ഫോണും നല്ലതാണ്. പക്ഷേ എന്താണ് പ്രശ്നം? ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ലോകത്ത് എന്ത് സാധനം നമ്മളെ കൈ കിട്ടിയാലും അതിൻ്റെ നല്ല വശമല്ല. അത് ഇതിനെ എങ്ങനെ നമുക്ക് മിസ്യൂസ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരു ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഈ ഇത്തരം ദുരന്തങ്ങളുടെയൊക്കെ അടിസ്ഥാനപരമായ കാരണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സ്വകാര്യത കൂടിപ്പോയത് തന്നെയാണ് ഏറ്റവും പ്രശ്നം. സ്വകാര്യതയിലേക്ക് അവനവൻ്റെ സ്വകാര്യതയിലേക്ക് മറ്റുള്ള ആൾക്കാർ വന്ന് കയറി അവർ രണ്ടുപേരും കൂടെ ആ ഒരു സ്വകാര്യതയിലേക്ക് എല്ലാം കൂടെ ചെന്ന് എത്തുമ്പോഴാണ് ഈ കുഴപ്പങ്ങൾ. മാത്രമല്ല, ഈ ഇത്തരം സ്വകാര്യതയ്ക്ക് കടന്നു കയറുന്ന ആളുകൾ ഇവരെ നിയന്ത്രിക്കുന്ന ഒരു ഘട്ടം പോലും എത്തും പലപ്പോഴും. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഭീകരമായ ഒരു പരിണതഫലം. അവിടെയാണ് അത് വരാൻ പോകുന്നത്. എന്താണെങ്കിലും വല്ലാത്ത ഒരു ദുരന്ത വാർത്ത തന്നെയാണ് ഈ നാലാഞ്ചിറയിൽ നിന്ന് നമുക്ക് സമീപം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇന്നിപ്പോൾ അതിൻ്റെ തുടർച്ച എന്നോണം ആ കേസിൽ പ്രതിയായിട്ടുള്ള സുരേഷ് എന്നയാൾ ട്രെയിൻ ഇടിച്ച് മരിച്ചു. അതോടുകൂടി ആ 2 കേസും ക്ലോസ് ആകുക. ഇനി എന്തിനു വേണ്ടിയാണ് ഇയാൾ കൊന്നതെന്നൊന്നും ആരും അറിയാൻ പോകുന്നില്ല.